ഇത് പറയുമ്പോൾ ഫെമിനിറ്റിയാണ് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും ഏതൊരു സ്ത്രീയും ഒരു മൊമെൻറ്റിലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവുന്ന ഉള്ളൊഴുക്ക് തന്നെയാണ് ഈ പടം. ഉള്ളൊഴുക്ക് ഇനി ഞാൻ ഭയങ്കര ഫാനാണ് പാർവതി തിരുവോത്തിൻ്റെ. അതുപോലെ ഇപ്പം ഉർവശി ചേച്ചിയുടെ ഭയങ്കര ഫാൻ തന്നെയാണ്. പക്ഷേ കുറേ നാളത്തെ ഒരു നടി, ആദ്യമേ പറയട്ടെ, ഒരു നടി എത്ര നമ്മൾ അവർ പേഴ്സണൽ ഇത് പറഞ്ഞതിൻ്റെ പേര് തടഞ്ഞാലും അവരുടെ ആ ഒരു കഴിവ് അത് എത്ര കാലത്തായാലും തിളങ്ങി തന്നെ നിൽക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഉള്ളൊഴുക്ക്. ഇത് ചെയ്തത് ക്രിസ്റ്റോ ടോമി. അതിനുള്ള ധൈര്യം അയാൾ കാണിച്ചു. അവർ പാർവതി തിരുവോത്തിൻ്റെ എനിക്ക് രണ്ടാം വരവ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാൾ ഗ്യാപ്പായാലോ അവർ മലയാളത്തിൽ ചെയ്തിട്ട്. എന്ന് വെച്ച് ഇനി രണ്ടാം വരവ് നല്ല ഉജ്ജ്വലമായിട്ട് തന്നെ ആയിരിക്കും. പിന്നെ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതായത് ഒരു സ്ത്രീ എന്താണ് അല്ലെങ്കിൽ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നത്, അത് പുതിയത് പഴയതൊന്നുമില്ല, പണ്ട് കാലം തൊട്ടേ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കഥാകൃത്ത്, അതായത് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റോ ടോമി തന്നെയാണ്. അദ്ദേഹം അത് മനോഹരമായിട്ട്, അതിമനോഹരമായിട്ട്, ഡീപ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം സ്ത്രീകളുടെ ഉള്ളൊഴുക്ക്, ആ പടം പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആ ഉള്ളൊഴുക്കുകളാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ. ശരിക്കും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ ദുസ്വപ്നങ്ങളിൽ മാത്രം ഇങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിലെന്ന്. പക്ഷേ ആ അക്സെപ്റ്റൻസോടുകൂടി ക്ലൈമാക്സ് ഒക്കെ ഗംഭീരം, ഒരു രക്ഷയില്ല. അത്രയും ലേയേഴ്സ് ഓഫ് ഇമോഷൻസ് ആണ് ഇതിനകത്ത് റെൻഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ശക്തമായ ഒരു ഫ്രിക്ഷൻ നമ്മുടെ ഹൃദയത്തിന് അനുഭവപ്പെടും. നമ്മൾ കരയത്തില്ല, പക്ഷേ കരയുന്ന തുമ്പിൽ കൊണ്ടെത്തിക്കും, കൺഫ്യൂഷൻ്റെ തുമ്പിൽ. സ്ലോ ത്രില്ലറല്ല, ഇറ്റ്സ് നോട്ട് എ ത്രില്ലർ, ഡ്രാമയാണ്. നമുക്ക് ആർട്ട് ഡ്രാമ എന്ന ഒരു ജോണറിൽ കൊടുക്കാം. ഇമോഷണൽ ഡ്രാമ എന്ന് നമുക്ക് പറയാം. ആ ഒരു ജോണറിൽ കൊടുക്കാം. ഒരു സീനിൽ നമ്മൾ മടുപ്പില്ല. പിന്നെ കുട്ടനാട്, അതാണ് എൻ്റെ പശ്ചാത്തലം. അത് മഴക്കാലം, ഒരു കുട്ടനാട് അവരെങ്ങനെയാണ് കഴിയുന്നതെന്ന് വളരെ ഗംഭീരമായിട്ട് വെള്ളപ്പൊക്കത്തിൽ ലൈവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. സെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒറിജിനാലിറ്റി ഒരു രക്ഷയില്ല. 2018 വെള്ളപ്പൊക്കം പോലെ തന്നെ നല്ലൊരു ആർട്ട് വർക്ക്. അത് തീർച്ചയായിട്ടും അതൊരു ത്രില്ലർ. ഇതിനകത്തൊരു ത്രില്ലിങ് എഫക്റ്റും ഇല്ല, പക്ഷേ ട്വിസ്റ്റുകളുണ്ട്. ചെറിയ ചെറിയ തരത്തിലുള്ള ട്വിസ്റ്റുകൾ, ചില മൊമെൻറ്റ്സ് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്, ചില മൊമെൻറ്റ്സ് നമ്മളെ വല്ലാണ്ട് കരയിക്കുന്നുണ്ട്. എനിവേ അത് ഉർവശിയുടെ അഭിനയം എനിക്കൊന്ന് ഗംഭീര പെർഫോമൻസ്. എനിക്കത് പാർവതി തിരുവോത്തിനേക്കാൾ ഒരു പടിക്ക് മേലെ അവരിപ്പോഴും നിൽക്കുന്നു എന്നുള്ള. പാർവതി തിരുവോത്ത് വെച്ചാൽ ഒരുപാട് ഉർവശിച്ച് പണ്ടേ അവരുടെ അഭിനയത്തെക്കുറിച്ചൊന്നും പറയണമെങ്കിലും ഈ പ്രായത്തിലും ആ കൊടുത്ത കഥാപാത്രം, ആ ഒരു അമ്മ ലീല എന്നാണ് അവരുടെ കഥാപാത്രത്തിൻ്റെ പേര്, അവർ അത് മനോഹരമായിട്ട് അതെന്താ പറയുക, അത് കാണുക തന്നെ വേണം. എനിക്കൊന്ന് എന്താണ് ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ആയില്ലെങ്കിലും ഇങ്ങനെയുള്ള പടങ്ങൾ ഉറപ്പായിട്ടും പടം ഹിറ്റാണ്. 15 ദിവസം അതൊക്കെ ഓടുമായിരിക്കും. ഓടണം എന്ന് ഞാൻ പറയുന്നത് OTT-യിലല്ല, ഇത് ശരിക്കും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് കാണണം. മസ്റ്റ് വാച്ചാണ്. കാരണം ഇത് കുടുംബ പ്രേക്ഷകർ മസ്റ്റ് വാച്ചാണ്. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണത്തിന് മുമ്പുള്ളവരും ഇങ്ങനത്തെ ഒരു തീം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എല്ലാ സ്ത്രീകളിലും എനിക്ക് തോന്നുന്നു, ഞാനിത് പറയുമ്പോൾ ഫെമിനിറ്റിയാണ് ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും ഏതൊരു സ്ത്രീയും ഒരു മൊമെൻറ്റിലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവുന്ന ഉള്ളൊഴുക്ക് തന്നെയാണ് ഈ പടം. ഉള്ളാണ് ഈ പടം കാണിച്ചു വെച്ചിരിക്കുന്നത്. ഉള്ളു തുറന്ന് കാണിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നാണ് പറയുന്നത്. മെജോറിറ്റിയിലും ഉണ്ടാവും. ഇപ്പോൾ അവർ തുറന്നൊന്നും സമ്മതിക്കണമെന്നില്ല, പക്ഷെ ഞാൻ ഓപ്പൺ പറയുന്നതേ ഉള്ളൂ, അവർ തുറന്ന് സമ്മതിക്കും. അതുപോലെ ഇങ്ങനെ ഒരു ഇൻലോടെയും ഒരു ഡോട്ടറിനോടെയാണ് ഇതിനകത്ത് ശരിക്കും കാണിക്കുന്നത്. അത് ഇങ്ങനെയൊക്കെ ഇൻലോസൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓരോ കാലഘട്ടത്തിലും മരുമക്കൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മകൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. നമ്മളെപ്പോഴും സാധാരണ അമ്മായിയമ്മ മരുമകൾ ആ ഒരു, പക്ഷേ ഇത് ആ തലമല്ല, ഇത് വേറെ തലം. അതുകൊണ്ട് സൂപ്പറായിട്ടും ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കുഡോസ് ടു ദ ടീം. പാർവതിയുടെ പേരായിട്ട് വന്ന അത് പുള്ളിയുടെ പേര് എനിക്ക് അറിഞ്ഞൂടെ എന്താ, പക്ഷെ പുള്ളി ഞാൻ വേറൊരു എന്തിലേക്കോ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പുള്ളി അത് എന്താ പറയുക, അതിനകത്ത് എനിക്ക് ഓൾ ത്രൂ പുള്ളിയുണ്ട്. നമ്മൾ കുറച്ച് സീൻസിലേ ഉള്ളൂ പുള്ളി ഡയലോഗ് വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും പുള്ളിയുടെ പ്രസൻസ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഉണ്ട്. അതുപോലെ പാർവതിയുടെ വേറൊരു പേരുണ്ട് അതിനകത്ത്. പുള്ളിക്കാരനും അതേ സംഘർഷങ്ങളെല്ലാം കറക്റ്റായിട്ട് കുറേ പുതുമുഖങ്ങളൊക്കെ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. അലൻസിയറിനെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അലൻസിയർ ഈസ് പാർവതി തിരുവോത്തിയുടെ ഫാദറായിട്ടാണ്, കഥാപാത്രത്തിൻ്റെ ഫാദറായിട്ടാണ്. അദ്ദേഹത്തിനെ കഴിഞ്ഞേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലാണല്ലോ അഭിനയം. അത് ഒരു രക്ഷയില്ല. പാർവതി തിരുവോത്തും ഉർവശിയും തകർത്ത് അഭിനയിച്ച് അഭിനയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. സംഘർഷത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു ഉർവശിജിനകത്ത്. സോ ഒന്നും പറയാനില്ല. അത് തീർച്ചയായിട്ടും അത് കണ്ട് നമ്മളത് എനിക്കൊന്ന് ജനങ്ങൾ ഏറ്റെടുക്കണം, അങ്ങ് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്.